Hi all, welcome to Once Gate 2026 Complete Information Series. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എക്സ്ക്ലൂസീവ് ആയിട്ട് ഗേറ്റ് 26നെ കുറിച്ചുള്ള കണ്ടന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന റിഗാർഡിംഗ് ദി ആപ്ലിക്കേഷൻ ഫീസാണ്. കാരണം ഗേറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും അല്ലേ എത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്, രണ്ട് കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഏറ്റവും മിനിമം ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് എത്രാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആ ഒരു റെഗുലർ പീരീഡ് എങ്ങനെയാണ്, എക്സ്റ്റെൻഡഡ് പീരീഡ് എങ്ങനെയാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇല്ലെ മെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഫീസിന്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ നോക്കാൻ നേരത്ത് പെർ പേപ്പറാണ് പറയണത്. കാരണം ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം നോക്കുമ്പോൾ നമുക്ക് 2 പേപ്പർ എഴുതാം അല്ലെ, പ്രൈമറി പേപ്പർ, സെക്കൻഡറി പേപ്പർ, അതെന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ 2 പേപ്പർ എഴുതുമ്പോൾ ഡബിൾ ദി ഫീസാണ് വന്നത്. അപ്പോൾ ഒരു പേപ്പറിന് എത്രയാണ് ഫീസ് എന്ന് നമുക്ക് നോക്കാം. സോ റെഗുലർ പീരീഡിൽ ഫീമെയിൽ, SC ST അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി വരുന്നവർക്കാണെങ്കിൽ ഫീസ് വന്നതെന്ന് പറഞ്ഞാൽ 1000 റുപ്പീസാണ്, 1000 രൂപയാണ് നോർമൽ ഫീസ്. ഇനി ബാക്കിയുള്ള മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ 2000 റുപ്പീസാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കമ്പയർ ചെയ്യാൻ നേരത്ത് 25ലേക്ക് എക്സാം കമ്പയർ ചെയ്യുമ്പോൾ 1800 ആയിരുന്നു നോർമൽ ഫീസ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ വരുമ്പോഴേക്കും 900 ആയിരുന്നു ഫീസ്. അപ്പോൾ അവിടെ നിന്നൊരു 100-200 രൂപ എന്താണ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ എഴുതുക എന്ന് പറഞ്ഞൊരു 2000 ഇല്ല 1000 രൂപ മുടക്കി എഴുതുമ്പോൾ ആ ഒരു സീരിയസ് അപ്രോച്ചോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ഗേറ്റ് എക്സാം സമീപിക്കുക അല്ലേ. നമ്മൾ ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല, ഒരു 2000 ഇല്ല 1000 രൂപ മുടക്കി എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു റെഗുലർ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഓഗസ്റ്റ് 28 മുതൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 28 മുതൽ സെപ്റ്റംബർ 28 വരെ റെഗുലർ പീരീഡാണ്. അപ്പോൾ അതിനുള്ളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞേക്കുന്ന 1000-2000 റുപ്പീസാണ് ഫീസ് വരിക. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഉണ്ട് ഒക്ടോബർ 9 വരെ. അപ്പോൾ സെപ്റ്റംബർ 28 കഴിഞ്ഞിട്ട് 29 to October 9 ആണെങ്കിൽ ഫീസ് ഒന്നുകൂടി ജസ്റ്റ് ഇൻക്രീസ് ചെയ്യും. 1000 എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, SC ST അതേപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കാൻഡിഡേറ്റ്സിന് ഒരു 500 രൂപ കൂടും, 1500 രൂപയാവും. അതേപോലെ 2000 ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് 2000 എന്ന് പറഞ്ഞാൽ 2500 ആവും. അപ്പോൾ ഒരു 500 രൂപ പിന്നെയും കൂടുകയാണ്. അപ്പോൾ എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അല്ലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ആവുന്ന ആ വീക്കിൽ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ആവട്ടെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ സൈറ്റ് ഹാങ്ങിങ്ങും ഇഷ്യൂസൊക്കെ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു വീക്കിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങളല്ലേ, ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ചുമ്മാ ഉള്ളൊരു നിസ്സാര ആപ്ലിക്കേഷൻ അല്ല, ഒരു 5 സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അത് ഓരോ പേജിലും ഓരോ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യണം, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക, അതിന് ശേഷം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ടൈം പീരീഡ് ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ടുവേർഡ്സ് എൻ്റെ ഈ എക്സ്റ്റെൻഡഡ് പീരീഡൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാറുള്ളതാണ്. റെഗുലർ പീരീഡ് ഡേ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളതാണ്. പക്ഷെ അതൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞ ആ ഡേറ്റിന് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീസ് കാര്യങ്ങൾ നോക്കുക. ഇത് പെർ പേപ്പറാണ്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡറി പേപ്പറും കൂടി എഴുതുന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ 1000 രൂപയ്ക്ക് നിങ്ങൾ പ്രൈമറി പേപ്പർ എഴുതുന്നു, സെക്കൻഡറി കൂടി ഓപ്റ്റ് ചെയ്യണമെങ്കിൽ 2000 ആവും. അതേപോലെ അതർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2000 എന്നുള്ളത് 4000 ആവും. അപ്പോൾ സെക്കൻഡറി പേപ്പർ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ആ ഒരു പാത്ത് നോക്കുന്നുണ്ട്, ഹയർ സ്റ്റഡീസോ ജോലിക്കോ ആ ഒരു പാത്ത് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡറി പേപ്പർ ഓപ്റ്റ് ചെയ്യുക. ചുമ്മാ ഒരു പേപ്പർ എഴുതിയേക്കാന്നുള്ള രീതിയിൽ എഴുതി 4000 രൂപ വെച്ചിട്ട് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ അത് ഇതാണ്. നിങ്ങൾ അതിന് വേണ്ടി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫോക്കസ് ചെയ്യുക, ഒരു പാത്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡറി പേപ്പർ എന്ത് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. സോ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ വൺസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഗേറ്റ് 2026ലേക്കുള്ള കോഴ്സുകൾ ലോഞ്ച് ആയിട്ടുണ്ട്. ലേണിംഗ് കോഴ്സുകളാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗേറ്റ് 2026 ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ലേണിംഗ് കോഴ്സുകളാണ്. സ്മാർട്ട് ക്ലാസ് വീഡിയോസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഇനി ഹാർഡ് കോപ്പി സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയൊരു 5-6 മാസം ഇല്ല. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് വേണ്ടി നമ്മളെ വൺസിനെ സമീപിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളുണ്ട്, ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ക്രാക്ക് ഗേറ്റ് 2026 ഇൻ യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്.